ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സ്കൂളിലെ ക്ലാസ്സുകളും വേദപാഠത്തിൻ്റെ ക്ലാസ്സുകളും എല്ലാം കൂടി മടുത്തു പോകുന്നുണ്ടോ? അതോ വീട്ടിൽ തന്നെ ഇരുന്ന് പപ്പയുടെയും മമ്മിയുടെയും ഒക്കെ കൂടി ഇരുന്ന് ഇങ്ങനെ ക്ലാസ്സൊക്കെ കേട്ട് സുഖമായിരിക്കാൻ ഇഷ്ടമായോ? എന്തായാലും എല്ലാവരുടെയും മുഖത്ത് നല്ല സന്തോഷമാണല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് സിസ്റ്റർ വിചാരിച്ചോട്ടെ. ഇന്ന് നമ്മൾ 11ാം പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ ഒരു തിരുനാൾ മഹോത്സവം കാണാൻ പോവുകയാണ്. ആദ്യം ഈ പാഠത്തിലേക്ക് കടക്കും മുമ്പ് നമ്മളെ കാത്തു പരിപാലിക്കുന്ന നല്ല ഈശോയെ മനസ്സിലോർത്തുകൊണ്ട് സ്നേഹത്തോടെ ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കൈകൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. നല്ല ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ഈശോയെ, അങ്ങയുടെ തിരുമുമ്പിൽ അങ്ങയുടെ വചനം ശ്രവിക്കുവാനായി ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന അങ്ങയുടെ അടുക്കലായിരിക്കുമ്പോൾ അങ്ങയുടെ ആ വലിയ സ്നേഹം അനുഭവിക്കുവാനും അത് ആസ്വദിക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് പഠിപ്പിക്കണമേ. അങ്ങ് പഠിപ്പിക്കുന്ന ആ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. എന്നും എപ്പോഴും ഞങ്ങളോട് കൂടെ ആയിരുന്നുകൊണ്ട് അങ്ങയുടെ വലിയ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കിരിക്കാം. ആദ്യം ഒരു തിരുനാൾ മഹോത്സവത്തിൻ്റെ ഒരു ചിത്രമാണ് നിങ്ങളെ കാണിക്കുക. ഒന്ന് നോക്കിക്കേ. എന്തൊക്കെയാണ് അതിൽ കാണുന്നത്? ആ സുപരിചിതയായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ മഹോത്സവത്തിൻ്റെ ഒരു നോട്ടീസ് കാണാം അല്ലേ? പിന്നെയോ ആ മുത്തുക്കുടകളൊക്കെ പിടിച്ചുള്ളൊരു പ്രദക്ഷിണം കാണുന്നുണ്ടോ? ഉണ്ടല്ലേ. പിന്നെ എന്തുണ്ട് അതിൽ? ആ നടന്നു വരുന്ന ആ പ്രദക്ഷിണത്തെ ദൂരെ നിന്ന് വീക്ഷിക്കുമ്പോൾ കാണുന്നതും നാം കാണുന്നുണ്ട്. എന്താ ഇതൊക്കെ ഉദ്ദേശിക്കുക? നിങ്ങളുടെ മനസ്സിലേക്ക് എന്തായിരിക്കും ഓടിയെത്തിയിട്ടുണ്ടാവുക? എന്തൊക്കെയോ പറയാൻ വെമ്പുന്നുണ്ടല്ലോ. എന്താണ്? നമ്മുടെ ഇടവകപ്പള്ളിയിലെ തിരുനാളുകൾ. എന്തൊക്കെയാ തിരുനാളുകൾക്ക് നാം കണ്ടെത്തുക അല്ലെങ്കിൽ കണ്ടുമുട്ടുക? എന്തൊക്കെയാ? ബാൻഡ് സെറ്റോ? അത് മാത്രമേ ഉള്ളൂ? ആഘോഷമായ കുർബാന. പിന്നെ എന്തുണ്ട്? പ്രദക്ഷിണങ്ങൾ. പിന്നെ എന്തുണ്ട്? പറയ. എന്താണ്? നേർച്ച കാഴ്ചകൾ. പിന്നെയോ ഏതൊക്കെയോ വിശുദ്ധരെ അനുസ്മരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ എന്താ? കുട്ടികളായ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. ഐസ്ക്രീമുണ്ട്, ബലൂണുണ്ട്, പിന്നെ കളിപ്പാട്ടങ്ങളുണ്ട്, ഓടി ചെല്ലാൻ ഒത്തിരി കടകളൊക്കെ ഉണ്ട് അല്ലേ? ഇതെല്ലാമാണോ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരിക? എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുന്നത്? ഒത്തിരി ബഹളം ഉണ്ടാക്കാനാണോ? ആണോ? അല്ലല്ലേ. എന്തായിരിക്കും അതിനുള്ള കാരണം? നമ്മളെ സംരക്ഷിക്കുന്ന സ്നേഹിക്കുന്ന ആ ദൈവത്തെ നമ്മൾ ഓർത്തുകൊണ്ട് ഹൃദയം കൊണ്ട് നന്ദി പറയുകയാണ്. അവിടെ പ്രത്യേക വിധമായി അനുസ്മരിക്കുന്ന വിശുദ്ധരുണ്ടാകുമല്ലോ. വിശുദ്ധ സെബസ്ത്യാനോസ്, പരിശുദ്ധ അമ്മ, യൗസേ പിതാവ്, ഇങ്ങനെ നാം പലരുടെയും തിരുനാളുകൾ ആഘോഷിക്കുന്നില്ലേ? അവിടെയെല്ലാം അവരിലൂടെ നമുക്ക് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളെ അനുസ്മരിച്ച് നല്ല ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒരു പള്ളിയിലെ തലയോലപ്പറമ്പ് പള്ളിയിലെ തിരുനാളിന് അനുബന്ധിച്ചുണ്ടാക്കിയ ഒരു ഗാനം ഒന്ന് കേട്ടു നോക്കിയാലോ? ഒരു ചെറിയ വീഡിയോ. ആ വീഡിയോയിൽ തിരുനാളിൽ എന്തെല്ലാം സംഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് സൂക്ഷിച്ച് വീക്ഷിക്കണം കേട്ടോ. മഞ്ഞു പുതച്ചൊരു മകരം വന്നേ, മാതാവിൻ പൊൻ തിരുനാൾ വന്നേ. മഞ്ഞു പുതച്ചൊരു മകരം വന്നേ, മാതാവിൻ പൊൻ തിരുനാൾ വന്നേ. തലയോലപ്പറമ്പ് വാഴും
മാതാവിൻ മകര തിരുനാൾ. പുണ്യത്തിൻ പൂങ്കാവനമാം പൂ പോലൊരു പൂത്തിരുനാൾ. മഞ്ഞു പുതച്ചൊരു മകരം വന്നേ, മാതാവിൻ പൊൻ തിരുനാൾ വന്നേ. വിശുദ്ധനായ സെബസ്ത്യാനോസിൻ ത്യാഗത്തിനോർമ്മ പെരുനാൾ. ഇടവക തന്നുടെ മധ്യസ്ഥനാകും ഗീവർഗീസിനെട്ടാമിടം. ഒന്നായി ചേർന്നിടം നന്മയുടെ ഒത്തൊരുമിച്ച് ആഘോഷിക്കാം. തിരുനാളിലെ വരും പങ്കുചേർന്ന് അനുഗ്രഹവും സ്വീകരിക്കാം. മഞ്ഞു പുതച്ചൊരു മകരം വന്നേ, മാതാവിൻ പൊൻ തിരുനാൾ വന്നേ. ഇരുപത്തിനാലിന് കൊടിയേറുമ്പോൾ നാടൊന്നായി ഉണരുകയായി. 25-ാം തീയതിയിൽ ഇടവകതൻ പൊന്നാരാധന. ഒന്നായി ചേർന്നിടം നന്മയുടെ ഒത്തൊരുമിച്ച് ആഘോഷിക്കാം. തിരുനാളിലെ വരും പങ്കുചേർന്ന് അനുഗ്രഹവും സ്വീകരിക്കാം. ഇഷ്ടപ്പെട്ടോ? എന്തൊക്കെ കണ്ടു? അലങ്കരിച്ചു വെച്ചിരിക്കുന്ന പള്ളി, പിന്നെയോ പ്രദക്ഷിണങ്ങൾ, പിന്നെ അച്ഛൻ പ്രാർത്ഥിക്കുന്നത്, പിന്നെ എന്തൊക്കെ കണ്ടു? ആ കളികൾ, ഇതെല്ലാം അതിനകത്തുണ്ടല്ലേ. അങ്ങനെ നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ നാം അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന ഈ തിരുനാളുകൾ പോലെ തന്നെ പഴയ നിയമകാലത്തും തിരുനാളുകൾ ആചരിക്കുന്നുണ്ടായിരുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തിരുനാളുകൾ ആചരിക്കുന്നുണ്ട്. ഈ തിരുനാളുകൾ ആചരിക്കുന്നതിലൂടെ നാം വലിയൊരു ആഘോഷം അല്ല, അതിനേക്കാൾ ഉപരി ദൈവത്തോടുള്ള നന്ദി പ്രകാശിപ്പിക്കുകയാണ്. എന്താണ്? ദൈവത്തോടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. അതാണ് നാം ഇന്നത്തെ പാഠത്തിൽ കണ്ടുമുട്ടുക. 11-ാം പാഠം ഇതാണ്: ഇസ്രായേലിൻ്റെ തിരുനാളുകൾ. എന്താണ്? ഇസ്രായേലിൻ്റെ തിരുനാളുകൾ. ഈ വിവിധ തിരുനാളുകൾ എന്തൊക്കെയാണെന്ന് അറിയുന്നതിന് മുമ്പ് ദൈവം തങ്ങൾക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങളെ ഓർക്കുവാൻ, അവയെ പ്രതി നന്ദി പ്രകാശിപ്പിക്കുവാൻ, തങ്ങളുടെ തെറ്റുകൾക്ക് വേണ്ടി മാപ്പപേക്ഷിക്കുവാൻ ഇസ്രായേൽ ജനം വിവിധ തിരുനാളുകൾ ആചരിച്ചു. എന്തിനൊക്കെ വേണ്ടിയിട്ടാ? 3 കാര്യങ്ങൾ സിസ്റ്റർ എടുത്തെടുത്തു പറഞ്ഞിരുന്നു. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ദൈവം തങ്ങൾക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങളെ ഓർക്കുവാൻ. ഒരു ഓർമ്മ അവിടെയുണ്ട്. എന്ത്? ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ ഓർക്കുന്നു. 2 എന്താണ്? നമുക്ക് വേണ്ടി നൽകിയ ആ വലിയ കാര്യങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു. 3-ാമത്തെ കാര്യം എന്താണ്? നമ്മൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ മാപ്പ് ചോദിക്കുന്നു. ഈ 3 കാര്യങ്ങളാണ് എല്ലാ തിരുനാളുകളുടെയും ലക്ഷ്യമായി നിൽക്കുക. ഈ ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇസ്രായേൽ ജനം വിവിധ തിരുനാളുകൾ ആചരിച്ചിട്ടുണ്ട്. അവയുടെ പേരുകൾ മാത്രം നമുക്ക് ആദ്യം ഒന്ന് ഓർത്തു നോക്കിയാലോ. 1-ാമത്തെ തിരുനാൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. ഓരോ പേരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. 2-ാമത് പെസഹ തിരുനാൾ. കേട്ട് പരിചയമുണ്ടല്ലേ? പെസഹ തിരുനാൾ. 3-ാമത് കൂടാര തിരുനാൾ. 4 പന്തക്കുസ്ത തിരുനാൾ. കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ. 5 പാപ പരിഹാര തിരുനാൾ. എത്ര തിരുനാളുകളുണ്ട്? 5 തിരുനാളുകളുണ്ട്. ഒന്ന് പറഞ്ഞു നോക്കിയാലോ. ഏതാണ് 1-ാമത്തെ? പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. 2 എന്തായിരുന്നു? പെസഹ തിരുനാൾ. 3 കൂടാര തിരുനാൾ.
4 പന്തക്കുസ്ത തിരുനാൾ, 5 പാപ പരിഹാര തിരുനാൾ. ഇങ്ങനെ വിവിധങ്ങളായ തിരുനാളുകളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വിശദമായി നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യത്തേത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. ഈ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ നാം പഠിക്കുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്ന വചനഭാഗം ഒന്ന് വായിച്ചു നോക്കിയാലോ? ശ്രദ്ധയോടെ ഭക്തിയോടെ ഈ വചനഭാഗം ശ്രവിക്കണം കേട്ടോ. ലേവ്യരുടെ പുസ്തകം 23-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. 1-ാം മാസം 14-ാം ദിവസം വൈകുന്നേരം കർത്താവിൻ്റെ പെസഹായാണ്. ആ മാസം 15-ാം ദിവസം കർത്താവിനുള്ള പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. 1-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനത്തിനുള്ളതായിരിക്കണം. അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത്. ദൈവമായ കർത്താവിന് സ്തുതി. എന്തിനെക്കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ കേട്ടത്? പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിനെ കുറിച്ച്. ഇനി നമുക്കിതിനെ വിശദമായിട്ടൊന്ന് പഠിക്കാം. വിളവെടുപ്പിൻ്റെ ആരംഭത്തിൽ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ വേണ്ടി ആഘോഷിച്ചിരുന്ന തിരുനാളാണ് ഈ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. നമ്മൾ വചനത്തിൽ വായിച്ചു കേട്ടു. എന്താണ്? പെസഹ തിരുനാളിൻ്റെ പിറ്റേന്നാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുക. ഓർത്തു വയ്ക്കണം, പെസഹ തിരുനാളിൻ്റെ പിറ്റേന്നാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. കാലക്രമേണ ഈ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളും പെസഹ തിരുനാളും ഒരുമിച്ച് ആഘോഷിക്കാനായിട്ട് തുടങ്ങിയതായിട്ടും നാം കാണുന്നുണ്ട്. ഇപ്പോൾ 2 കാര്യം ഓർത്തിരിക്കണം. വിളവെടുപ്പിൻ്റെ ആരംഭത്തിൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ വേണ്ടി ആഘോഷിക്കുന്നതാണ്. രണ്ടാമത് എന്താണ്? പെസഹ തിരുനാളിൻ്റെ പിറ്റേന്നാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്. രണ്ടാമത് പെസഹ തിരുനാൾ. പെസഹ തിരുനാൾ നമുക്ക് സുപരിചിതമാണല്ലേ? പെസഹ തിരുനാളിന് പഴയ നിയമ ഇസ്രായേൽ ജനത പെസഹ തിരുനാൾ ആഘോഷിച്ച ആദ്യത്തെ പെസഹ തിരുനാൾ ഓർമ്മയിലുണ്ടോ? നാം പഠിച്ചതായിരുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രം പഠിച്ചു വന്നപ്പോൾ എന്താണ്? സംഹാരദൂതൻ കടന്നു പോകുന്ന ഒരു സമയം അവരോട് ആട്ടിൻകുട്ടിയെ കൊന്ന് ഭക്ഷിക്കണമെന്നും തിടുക്കത്തിൽ ഭക്ഷിക്കണമെന്നും കട്ടിളപ്പടിയിൽ കുഞ്ഞാട്ടിൻകുട്ടിയുടെ രക്തം ചാർത്തണമെന്നുമൊക്കെ പറഞ്ഞൊരു തിരുനാൾ ഓർമ്മയുണ്ടോ? ഉണ്ടല്ലേ? അതാണ് പഴയ നിയമത്തിലെ പെസഹ. ഈ പെസഹ തിരുനാളിനെ കുറിച്ച് നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്തിനെയായിരിക്കും അവരോട് അനുസ്മരിക്കുക? ആദ്യത്തെ പെസഹ തിരുനാളിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? അവസാനമായി അയക്കപ്പെടുന്ന ബാധ ഇസ്രയേലിനെ ബാധിക്കാതിരിക്കാനായി പെസഹ ആചരിക്കുവാൻ ദൈവം കൽപ്പിച്ചു. ദൈവിക വാക്കിനെ അനുസരിച്ച് അവർ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിച്ചു. പെസഹ കുഞ്ഞാടിനെ കൊന്ന് രക്തം കട്ടിളപ്പടിയിൽ തളിച്ചു. അന്ന് രാത്രി സംഹാരദൂതൻ ഈജിപ്തിലൂടെ കടന്നുപോയി. ഈജിപ്തിലെ ആദിജാതന്മാരെല്ലാം വധിക്കപ്പെട്ടു. എങ്ങും നിലവിളികൾ ഉയർന്നു. ഇഷ്ടപ്പെട്ടോ? എന്താണ്? കാനാൻ ദേശം ലക്ഷ്യമാക്കി നടന്നു നീങ്ങുന്ന ഇസ്രായേൽ ജനതയ്ക്ക് കഷ്ടതകൾ, പീഡനങ്ങൾ, കഴിക്കുവാൻ ഭക്ഷണമില്ലാത്ത അവസ്ഥ, തികച്ചും നരകതുല്യമായ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷമുണ്ടോ അവിടെ? ഇല്ല അല്ലേ? ദുഃഖം മാത്രം എന്നും ലഭിക്കുന്ന ഈജിപ്തിൻ്റെ അടിമത്തത്തിൻ്റെ അവസ്ഥ. അവിടെയാണ് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഈ ഇസ്രായേൽ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകുവാൻ മോശയെ നേതാവാക്കി വിട്ടിട്ട് ആട്ടിൻകുട്ടിയെ കൊന്ന് പെസഹ ഭക്ഷിക്കേണ്ടതിന് നിർദ്ദേശങ്ങളെല്ലാം കൊടുത്ത് ഈജിപ്തുകാരുടെ ആദിജാതരെ സംഹരിക്കുന്നതും ഇസ്രായേൽ ജനത സന്തോഷത്താൽ ആഘോഷിക്കുന്നതും നാം കാണുന്നത്.
ദൈവത്തിൻ്റെ സ്വന്തം ജനമായി ഇസ്രായേൽ ജനതയെ അവിടെ തിരഞ്ഞെടുക്കുകയാണ്, സംരക്ഷിക്കുകയാണ്. അതിൻ്റെ ഓർമ്മയാണ് ഈ പെസഹ തിരുനാളിൽ ഓരോ വർഷവും അവർ അനുസ്മരിക്കുന്നത്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ ഓർമ്മയാണ് പെസഹ തിരുനാളിൽ അനുസ്മരിക്കുന്നത്. ഇനി എന്നാണ് ഇത് ആഘോഷിക്കേണ്ടത്, എങ്ങനെ ആഘോഷിക്കണം എന്നുകൂടി നാം പഠിച്ചു വയ്ക്കണ്ടേ? ഇസ്രായേൽ ജനം നിശ്ചിത സമയത്ത് തന്നെ പെസഹ ആചരിക്കണം എന്നാണ് നിയമം. അതായത് നീസാൻ മാസം, ഓർത്തിരിക്കണേ, നീസാൻ മാസം 14-ാം തീയതി, അതാണ് പെസഹ ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ പെസഹ തിരുനാളിൻ്റെ ദിവസം. ഏത് മാസം? നീസാൻ മാസം 14-ാം തീയതി. അന്ന് വൈകുന്നേരമാണ് ഈ പെസഹ ആചരണത്തിൻ്റെ നല്ല മുഹൂർത്തം. 4 ദിവസം മുമ്പ് അന്ന് കൊല്ലേണ്ട കുഞ്ഞാടിനെ മാറ്റി നിർത്തും. എന്നിട്ടോ സൂര്യാസ്തമയ സമയത്ത് കുഞ്ഞാടിനെ എന്ത് ചെയ്യും? ബലിയർപ്പിക്കും. ആർക്ക്? ദൈവത്തിന് ബലിയർപ്പിക്കും. കുഞ്ഞാടിൻ്റെ രക്തം ആദ്യത്തെ പെസഹായിൽ ചെയ്തതുപോലെ തന്നെ അവരുടെ വാതിൽപ്പടിയിൽ തളിക്കും. വീണ്ടും മാംസം വേവിച്ച് കൈപ്പുള്ള ഇലകളും പുളിപ്പില്ലാത്ത അപ്പവും ചേർത്ത് തിടുക്കത്തിൽ ഭക്ഷിക്കും. ഇതാണ് പെസഹ തിരുനാളിൽ അവർ ചെയ്യുന്ന കർമ്മങ്ങൾ. ഓർത്തു നോക്കിക്കേ, ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന പെസഹ തിരുനാളിലേക്ക് നാം വരുന്നുണ്ട് കേട്ടോ. അതിനെ നമുക്ക് താരതമ്യം ചെയ്യാം. 3-ാമത്തെ തിരുനാൾ, അതൊരു പുതിയ പേരാ, കൂടാരത്തിരുനാൾ. എന്തായിരിക്കും ഈ കൂടാരത്തിരുനാൾ എന്ന് പറഞ്ഞാൽ? എന്തിനെയായിരിക്കും അവിടെ അനുസ്മരിക്കുക? നമ്മൾ ഓർക്കുന്നുണ്ടോ? ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് ദൈവം കൂട്ടിക്കൊണ്ടുവരുമ്പോൾ പല സ്ഥലങ്ങളിൽ അവർ താമസിച്ചിരുന്നു. ഓർക്കുന്നുണ്ടോ? ഒറ്റയടിക്ക് അവർ അങ്ങന്നേ ഇങ്ങ് വന്ന് കാനാൻ ദേശത്തെത്തിയോ? എന്തെല്ലാം യാതനകളായിരുന്നല്ലേ! എന്തൊരു വലിയ ചരിത്രമായിരുന്നു അതല്ലേ! അങ്ങനെ കടന്നു വന്ന ഓരോ സമയത്തും ഈ ഇസ്രായേൽ ജനത്തോട് അവിടെ താമസിക്കാൻ പറയും. എങ്ങനെയാണ് താമസിക്കാൻ പറയുന്നത്? പകൽ മേഘസ്തംഭത്തിലൂടെയും രാത്രി അഗ്നിസ്തംഭത്തിലൂടെയും കാവൽ നിന്നിട്ടുള്ള ഈ ദൈവം എവിടെയാണോ നിൽക്കുന്നത് അവിടെ അവർ എന്ത് ചെയ്തിരുന്നു? പാളയമടിച്ചിരുന്നു എന്ന് നമ്മൾ പഠിക്കുക. താമസിക്കുവാൻ വേണ്ടി പാളയമടിക്കുമ്പോൾ അവരൊരു കാര്യം ചെയ്തിരുന്നു. എന്താണ്? കൂടാരങ്ങളിലാണ് അവർ താമസിച്ചിരുന്നത്. എവിടെയാണ് താമസിച്ചിരുന്നത്? കൂടാരങ്ങളിൽ. അപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകുന്ന ആ നാളുകളിൽ അവർ കൂടാരങ്ങളിലാണ് താമസിച്ചിരുന്നത് എന്ന് ഇസ്രായേൽ ജനത്തിനറിയാം. പക്ഷേ വരും തലമുറയ്ക്ക് അറിയോ? ഇല്ല. അപ്പോൾ വരും തലമുറയ്ക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ എന്ത് ചെയ്യണം? ഇസ്രായേൽ ജനം 7 ദിവസത്തേക്ക് കൂടാരങ്ങളിൽ താമസിക്കണം. അതാണ് കൂടാരത്തിരുനാൾ. 7 ദിവസം കൂടാരത്തിൽ താമസിച്ചുകൊണ്ട് ആഘോഷിക്കുന്നതാണ് എന്ത്? കൂടാര തിരുനാൾ. ഇവിടെ എന്താണ് അനുസ്മരിക്കുക? ഇസ്രായേൽ ജനം മോചിക്കപ്പെട്ട് കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ താമസിച്ചിരുന്നതെല്ലാം കൂടാരങ്ങളിലാണ് എന്നുള്ള സംഭവമാണ് ഇവിടെ അനുസ്മരിക്കുക. ഇതെന്താണ് ആഘോഷിക്കുന്നതെന്ന് അറിയണ്ടേ? 7-ാം മാസം 15-ാം ദിവസം മുതൽ 7 ദിവസത്തേക്ക് കർത്താവിൻ്റെ കൂടാര തിരുനാളാണ്. ഓർത്തു നോക്കിക്കേ, ഓരോ വർഷത്തിലെയും 7-ാം മാസം 15-ാം ദിവസം മുതൽ 7 ദിവസത്തേക്കാണ് കൂടാര തിരുനാൾ. ഈ കൂടാര തിരുനാളിൽ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയും ദൈവത്തോടുള്ള വിശ്വാസം ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? തങ്ങളെ സംരക്ഷിച്ച് കൊണ്ടുവരുന്ന ആ ദൈവത്തിൽ തങ്ങൾക്കുള്ള അടിയുറച്ച വിശ്വാസം പ്രഘോഷിക്കുക കൂടിയാണ് ഈ തിരുനാളുകളിലൂടെ. അടുത്ത തിരുനാളാണ് പന്തക്കുസ്ത തിരുനാൾ. കേട്ടിട്ടുണ്ടോ? പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടല്ലേ പാട്ടുകളൊക്കെ. എന്താണ് പന്തക്കുസ്ത നാളിൽ? ഓർക്കുന്നുണ്ടല്ലേ? ഇങ്ങനെയുള്ള കുറേ പാട്ടുകൾ നമ്മുടെ കൈവശമുണ്ട്. ഇതിനനുസ്മരിപ്പിക്കുന്നതാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ. പഴയ നിയമജനതയിൽ പരിശുദ്ധാത്മാവിനെ അനുസ്മരിക്കുന്നതല്ല, പകരം എന്താണ്? വിളവെടുപ്പ് ഉത്സവമാണ് പന്തക്കുസ്ത തിരുനാൾ. വിളവെടുപ്പ് ഉത്സവം എന്തായിരിക്കും ഉദ്ദേശിക്കുക? വിളവെടുപ്പ് ആരംഭിച്ചതിൻ്റെ 50-ാം ദിവസമാണ് പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുക. വിളവെടുപ്പ് ആരംഭിച്ചതിന് 50-ാം ദിവസം. അതുകൊണ്ട് തന്നെ
പന്തക്കുസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം 50-ാം ദിവസം എന്നാണ്. ഓർത്തു വയ്ക്കണം, പന്തക്കുസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? 50-ാം ദിവസം. ഈ പന്തക്കുസ്ത തിരുനാളിന് മറ്റ് 3 പേരുകൾ കൂടിയുണ്ട്. 1 വിളവെടുപ്പ് തിരുനാൾ, 2 ആഴ്ചകളുടെ തിരുനാൾ, 3 ആദ്യ ഫലങ്ങളുടെ തിരുനാൾ. ഈ 3 പേരുകളും ഓർത്തു വയ്ക്കണം കേട്ടോ. ഏതൊക്കെയാണ്? വിളവെടുപ്പ് തിരുനാൾ, ആഴ്ചകളുടെ തിരുനാൾ, ആദ്യ ഫലങ്ങളുടെ തിരുനാൾ. ചോദിക്കട്ടെ, പന്തക്കുസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം എന്തായിരുന്നു? 50-ാം ദിവസം. ഇനി അവസാനത്തെ ഒരു തിരുനാൾ കൂടിയുണ്ട്. ഏതായിരിക്കും ആ തിരുനാൾ? ഓർക്കുന്നുണ്ടോ? പാപ പരിഹാര തിരുനാൾ. അങ്ങനെ ഒരു തിരുനാൾ നമ്മൾ എപ്പോഴേലും കേട്ടിട്ടുണ്ടോ? എല്ലാം ആഘോഷത്തിൻ്റെ തിരുനാളാണല്ലോ. ഇവിടെ എന്താ പാപപരിഹാരത്തിൻ്റെ തിരുനാൾ? പരിഹാരം ചെയ്യുന്നത് എങ്ങനെയാ തിരുനാളായി മാറുക? പഠിച്ചു നോക്കാം അല്ലേ. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം പാപപരിഹാര ദിനങ്ങൾ ആചരിച്ചിരുന്നു. ദൈവത്തോട് അവർ ചെയ്തു പോകുന്ന ചെറിയ ചെറിയ തെറ്റുകളെ ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിച്ചിരുന്നു. ആ തിരുനാളുകളിലൂടെ 2 കാര്യങ്ങളാണ് സംലഭ്യമാക്കുന്നത്. എന്തൊക്കെ? ജനങ്ങൾ തമ്മിലുള്ള അനുരഞ്ജനവും ജനങ്ങളും ദൈവവും തമ്മിലുള്ള അനുരഞ്ജനവും. അങ്ങനെ ഈ 2 തരത്തിലുള്ള രമ്യത നേടിയെടുക്കുന്നത് കൊണ്ടാണ് അതിനെ പാപപരിഹാര തിരുനാൾ എന്ന പേര് വിളിക്കുക. നോക്കിക്കേ, ദൈവത്തോട് മാപ്പപേക്ഷിക്കുന്ന ദിനം, ജനങ്ങളോട് മാപ്പപേക്ഷിക്കുന്ന ദിനം. ഈ ക്ലാസ്സിൽ ഇത്രയും നേരം നമ്മൾ എത്ര തിരുനാളുകളെ കുറിച്ച് പഠിച്ചു? 5 തിരുനാളുകളെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെയായിരുന്നു ആ തിരുനാളുകൾ? ഓർക്കുന്നുണ്ടോ? പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ 2, പെസഹ തിരുനാൾ 3, കൂടാര തിരുനാൾ 4, പന്തക്കുസ്ത തിരുനാൾ 5, പാപ പരിഹാര തിരുനാൾ. ചോദിച്ചു നോക്കട്ടെ കുറച്ച് ചോദ്യങ്ങൾ. ഇസ്രായേൽ ജനം പെസഹ തിരുനാളിലൂടെ അനുസ്മരിച്ചത് എന്ത്? ഇസ്രായേൽ ജനം പെസഹ തിരുനാളിലൂടെ അനുസ്മരിച്ചിരുന്നത് എന്ത്? നമ്മുടെ പുസ്തകത്തിലെ 1-ാമത്തെ ചോദ്യമാണ്. ഉത്തരം എന്താണ്? ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ ഓർമ്മയാണ് ഇസ്രായേൽ ജനം അനുസ്മരിച്ചിരുന്നത്. 2-ാമതൊരു ചോദ്യം, പന്തക്കുസ്ത എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? അറിയാല്ലേ? 50-ാം ദിവസം. 3 പാപപരിഹാര തിരുനാൾ ആചരിച്ചിരുന്നത് എന്തിനു വേണ്ടിയാണ്? ജനങ്ങൾ പരസ്പരം അനുരഞ്ജപ്പെടാനും ദൈവത്തോട് മാപ്പപേക്ഷിക്കാനുമുള്ള തിരുനാൾ. ഓർത്തു വയ്ക്കുമോ? അങ്ങനെ കടന്നു വരുമ്പോൾ ഈ തിരുനാളുകളെല്ലാം സന്തോഷം തരുന്നതാണ്. മനസ്സിന്, ജീവിതത്തിന്, നമ്മുടെ സമൂഹത്തിന് എല്ലാം സന്തോഷം തരുന്ന തിരുനാളുകളാണ് ഇവ ഓരോന്നും. ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൻ്റെ വെളിച്ചത്തിൽ ഒരു വചനഭാഗം വായിക്കണ്ടേ? ഈ ആഴ്ചയിൽ അത് വായിച്ച് നാം മനസ്സിലാക്കണ്ടേ? ഇസ്രായേൽ ജനം പെസഹ തിരുനാൾ ആഘോഷിച്ചിരുന്നത് എങ്ങനെയാണ് എന്ന് പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിലുണ്ട്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. നമുക്ക് മനഃപ്പാഠമാക്കാനൊരു വചനം വേണ്ടേ? വചനം ഇതാണ്: കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ, അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 98:1. എന്തായിരിക്കും നമ്മുടെ മനോഭാവം? തിരുനാളുകളിലൂടെ നമ്മളെ സ്നേഹിക്കുന്ന നല്ല ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കും. പിന്നെയോ എല്ലാ തിരുനാളുകളിലും ഭക്തിയോടെ പങ്കുചേരും. തിരുനാളിൻ്റെ അർത്ഥമറിഞ്ഞ് ചൈതന്യം ഉൾക്കൊണ്ട് വിശുദ്ധരുടെ, പരിശുദ്ധ അമ്മയുടെ, യേശുപിതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കും. ഈ തിരുനാളുകളെക്കുറിച്ചെല്ലാം പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ ഓർത്തുവെച്ച് പുസ്തകത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതി
മിടുക്കരായി അടുത്ത ക്ലാസ്സിൽ വരണം കേട്ടോ. നല്ല ഈശോയുടെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാലോ? നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന നല്ല ഈശോയ്ക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം. കൈകൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. ജീവിതത്തിലുടനീളം ഞങ്ങളെ വഴി നടത്തുന്ന നല്ല ഈശോയെ, അങ്ങയുടെ വലിയ കാര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളോട് കാണിക്കുന്ന അത്ഭുത കൃത്യങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ, അങ്ങയെ അനുസ്മരിക്കുവാൻ, അങ്ങേക്ക് നന്ദി പറയുവാൻ, അങ്ങയോട് രമ്യപ്പെടുവാൻ, അങ്ങനെ സന്തോഷം അനുഭവിക്കുവാൻ തിരുനാളുകൾ ആചരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച അങ്ങയുടെ വലിയ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. എന്നും ജീവിതത്തിൽ ഭക്തിയോടുകൂടി, വലിയ സ്നേഹത്തോടുകൂടി, വലിയ ആഗ്രഹത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടിയണയുവാനും അങ്ങയുടെ വചനങ്ങൾ ശ്രവിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും കുഞ്ഞു ഹൃദയങ്ങളായ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൈകൾ തട്ടി തട്ടി യേശുവിനായി പാടാം, കുഞ്ഞിക്കാലുകൾ തുള്ളി തുള്ളി യേശുവിന്റെ